ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സിവിൽ ഓൺ ഡിമാൻഡ്. സിവിൽ ഓൺ ഡിമാൻഡിൽ നമ്മൾ എൻജിനീയറിംഗ് മെക്കാനിക്സിൻ്റെയും എൻവയൺമെൻറ്റൽ എൻജിനീയറിംഗ് ടൂവിൻ്റെയും ടോപ്പിക്സാണ് ഡിസ്കസ് ചെയ്തു പോരുന്നത്. വേറെ ഏതെങ്കിലും ബിടെക് സിവിൽ എൻജിനീയറിങ്ങിൻ്റെ സബ്ജക്റ്റ് നിങ്ങൾക്ക് അത്യാവശ്യമായിട്ട് കൺസെപ്റ്റ്സ് അറിയണം, പഠിക്കണമെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് അത് നിങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. എന്നാലാണ് എനിക്ക് മൂന്നാമത് ഏത് സബ്ജക്റ്റാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് എന്ന് അറിയുള്ളൂ. നിങ്ങളുടെയും കൂടെ സജഷൻസ് എടുത്തതിന് ശേഷം ഡിസൈഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇരിക്കുന്നത്. സോ നമ്മൾ കഴിഞ്ഞ ദിവസം എൻജിനീയറിംഗ് മെക്കാനിക്സ് ആണ് പഠിച്ചത്. ഇന്ന് നമുക്ക് വീണ്ടും നമ്മുടെ എൻവയൺമെൻറ്റൽ എൻജിനീയറിംഗ് ടൂവിലേക്ക് വരാം. ഓഡിയോയുടെ കംപ്ലയിൻറ്റ് ഇപ്പം എത്രത്തോളം മാറിയിട്ടുണ്ട് എന്നുള്ളതും കൂടെ നിങ്ങളൊന്ന് കമൻറ്റ് വഴി അറിയിക്കണം. ഇപ്പോഴും ഓഡിയോ വളരെ താഴ്ന്നാണോ ഇരിക്കുന്നത് എന്നൊന്ന് അറിയാനാണ്. എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ തന്നെ അത് വേഗം പരിഹരിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് എൻവയൺമെൻറ്റൽ എൻജിനീയറിംഗ് ടൂവിലേക്ക് കടക്കാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇൻട്രൊഡക്ഷൻ ക്ലാസ് ആയിരുന്നു. പക്ഷേ ഈ ക്ലാസ്സിൽ നമ്മൾ ചെറിയ രീതിയിൽ എങ്ങനെയാണ് സ്യൂവേജിൻ്റെ ഡിസ്ചാർജ് എസ്റ്റിമേറ്റ് ചെയ്യുന്നത് എന്നുള്ള കുറച്ച് ടോപ്പിക്സ്, അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്സ് നമ്മൾ ഇവിടെ പഠിച്ചു തുടങ്ങുകയാണ്. ഇനി നമുക്ക് സ്യൂവേജ് ഡിസ്ചാർജിനെ കുറിച്ച് പഠിക്കാം. നമുക്കറിയാം, ഒരു സ്യൂവർ ലൈനിലൂടെ പാസ് ചെയ്യുന്ന വേസ്റ്റ് വാട്ടറിൻ്റെ ക്വാണ്ടിറ്റിയാണ് നമ്മൾ സ്യൂവേജ് എന്ന് പറയുക, അല്ലെങ്കിൽ സ്യൂവേജ് ഡിസ്ചാർജ് എന്ന് പറയുക. എന്തുകൊണ്ടാണ് സ്യൂവേജ് കറക്റ്റായിട്ട് എസ്റ്റിമേറ്റ് ചെയ്യണമെന്ന് പറയുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് കറക്റ്റായിട്ട് എസ്റ്റിമേറ്റ് ചെയ്ത് മാത്രമേ ഡിസൈൻ ചെയ്യാവൂ എന്ന് പറയുന്നത്? നമ്മൾ ഒരു ഏകദേശ ധാരണ വെച്ച് ചുമ്മാ അങ്ങ് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാലേ നമ്മൾ പ്രതീക്ഷിച്ചതിലും കൂടുതൽ വേസ്റ്റ് വാട്ടർ അവിടെ ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഓവർഫ്ലോ ഉണ്ടാകും. അതല്ല, നമ്മൾ പ്രതീക്ഷിച്ച അത്രയും വേസ്റ്റ് വാട്ടർ അവിടെ ഇല്ലെങ്കിൽ നമ്മൾ വെറുതെ ഇൻവെസ്റ്റ് ചെയ്ത് വലിയൊരു സ്ട്രക്ചർ പണിതത് വേസ്റ്റായി പോവുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എക്സാക്റ്റായിട്ട് ഇത്ര സ്യൂവേജ് ആണ് ഒരു കമ്മ്യൂണിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്ന് അറിഞ്ഞിട്ട് മാത്രമേ ഡിസൈൻ ചെയ്യാവൂ എന്ന് പറയുന്നത്. തിയററ്റിക്കലായിട്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ വാട്ടർ സപ്ലൈ വഴി സപ്ലൈ ചെയ്യുന്ന അത്രയും വെള്ളം സ്യൂവേജായി വീണ്ടും വേസ്റ്റ് വാട്ടർ ലൈനിൽ എത്തേണ്ടതാണ്. പക്ഷേ റിയൽ സിനാരിയോയിൽ അങ്ങനെയല്ല. ചില അഡീഷൻസും സബ്ട്രാക്ഷൻസും ആ വാട്ടർ സപ്ലൈയുടെ വാല്യൂവിൽ നിന്ന് നമുക്ക് ചെയ്യേണ്ടതായിട്ട് വരും. അത്തരത്തിലുള്ള അഡീഷൻസ് എന്താണെന്ന് നോക്കാം. അതായത് നമ്മൾ സപ്ലൈ ചെയ്യുന്ന വാട്ടറിൻ്റെ കൂടെ അഡീഷണലായിട്ട് വേറെ എന്തൊക്കെ കമ്പോണൻസ് ആണ് നമ്മുടെ വേസ്റ്റ് വാട്ടർ ലൈനിൽ എത്തുന്നത് എന്ന് നോക്കാം. നമ്മൾ സപ്ലൈ ചെയ്യുന്ന വാട്ടർ സപ്ലൈ അവിടെ നിൽക്കട്ടെ. അതുകൂടാതെ പ്രൈവറ്റ് വാട്ടർ സപ്ലൈസ് ഉണ്ട്. അതായത് വീടുകൾക്ക് കിണറുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ ആ കിണറുകളിൽ നിന്ന് ആളുകൾ ഉപയോഗിച്ച് ജനറേറ്റ് ചെയ്യുന്ന വേസ്റ്റ് വാട്ടർ കൂടി നമ്മുടെ സ്യൂവർ ലൈൻസിലെത്തും. അതുപോലെ തന്നെയാണ് ഇൻഡസ്ട്രീസിൻ്റെയും കാര്യം. ഇൻഡസ്ട്രീസിനും അത്തരത്തിൽ പ്രൈവറ്റ് വാട്ടർ സോഴ്സുകൾ ഉണ്ടായിരിക്കും. ആ വെള്ളവും കൂടെ നമ്മുടെ സ്യൂവർ ലൈനിൽ എത്തുന്നുണ്ട്. ഇനി നമുക്ക് ഈ അൺഅക്കൗണ്ടഡ് പ്രൈവറ്റ് വാട്ടർ സപ്ലൈസിനെ എങ്ങനെ എസ്റ്റിമേറ്റ് ചെയ്യാമെന്ന് നോക്കാം. വേറെ ഒരു വഴിയുമില്ല. ഡയറക്റ്റായിട്ട് ഫീൽഡിൽ പോയി എത്ര കിണറുണ്ട് അല്ലെങ്കിൽ എത്ര വാട്ടർ സോഴ്സ് ഉണ്ട്, അവയിൽ നിന്നും ഓരോ ദിവസം എത്ര അളവിൽ പമ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഫീൽഡ് ഒബ്സർവേഷൻ വഴി നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി അടുത്ത അഡീഷൻ എന്ന് പറയുന്നത് ഇൻഫിൽട്രേഷനാണ്. ഇൻഫിൽട്രേഷൻ തന്നെ 3 കേസസ് ഉണ്ട്. ഒന്ന്, നമ്മുടെ സ്യൂവർ ലൈന് വാട്ടർ ടേബിളിൻ്റെ താഴെയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഗ്രൗണ്ട് വാട്ടർ ഈ സ്യൂവർ ലൈനിനുള്ളിലേക്ക് ഇൻഫിൽട്രേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ സീപ്പ് ചെയ്യാൻ സാധ്യതയുണ്ട്. എപ്പോൾ? ആ സ്യൂവർ ലൈനിൽ എവിടെയെങ്കിലും ജോയിൻറ്റുകളോ ക്രാക്കുകളോ ഒക്കെ ഉണ്ടെങ്കിൽ. ഇനി രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് സ്യൂവർ ലൈൻ ഗ്രൗണ്ട് വാട്ടർ ടേബിളിൻ്റെ മുകളിലാണെങ്കിൽ. അപ്പം അങ്ങനെ വരുമ്പോൾ സ്യൂവർ ലൈൻ ഒരു വെറ്റ് സോയിലിൻ്റെ ഉള്ളിലല്ല ഇരിക്കുന്നത് എങ്കിൽ കൂടി മഴക്കാലത്ത് ഇത്തരത്തിലുള്ള ഇൻഫിൽട്രേഷൻ വരാൻ സാധ്യതയുണ്ട്. ഇനി മൂന്നാമത്തെ കേസ് എന്ന് പറഞ്ഞു, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സെപ്പറേറ്റ് സിസ്റ്റം പഠിച്ചു അല്ലേ. അതായത് സ്റ്റോം വാട്ടറും സ്യൂവേജും രണ്ടും സെപ്പറേറ്റ് ആയിട്ടുള്ള പൈപ്പ് ലൈനിൽ കൂടെ പാസ് ചെയ്യുന്നു. പക്ഷേ നമ്മുടെ സ്യൂവേജ് ലൈനിലെ ഏതെങ്കിലും വഴിക്ക് സ്റ്റോം വാട്ടർ എത്തുന്നുണ്ടാകും. അത് ഒന്നുമില്ലെങ്കിൽ നിയർ ബൈ സ്റ്റോം വാട്ടർ ഡ്രെയിനുകളിൽ നിന്ന് വരുന്ന സീപ്പേജ് വഴി വരുന്ന വെള്ളമായിരിക്കാം, അല്ലെങ്കിൽ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുള്ള മാൻഹോളുകളിലേക്ക് വെള്ളം ഒഴുകി വന്ന് സ്യൂവർ ലൈൻസിലേക്ക് എത്തുന്നതായിരിക്കാം. അത്തരത്തിൽ കുറച്ച് സ്റ്റോം വാട്ടർ കൂടി ഇൻഫിൽട്രേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ അതിൻ്റെ നമ്മൾ
ഒരു കറക്റ്റായിട്ടുള്ള എസ്റ്റിമേറ്റ് എടുക്കുന്നില്ല. കാരണം നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, ഒരു സ്യൂവർ ഡിസൈൻ ചെയ്യുന്നത് പാർഷ്യലി ഫില്ല് ചെയ്ത് ഒഴുകാൻ പാകത്തിനാണ്. 3/4 അല്ലെങ്കിൽ ഹാഫ് ഫുള്ളായിട്ടാണ് അതിൽ വെള്ളം ഒഴുകേണ്ടതെന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ ബാക്കി നിൽക്കുന്ന സ്പേസ് ഉണ്ടല്ലോ, അതിൽ ഈ എക്സസ് വരുന്ന ഇൻഫിൽട്രേറ്റ് ചെയ്ത് വരുന്ന സ്റ്റോം വാട്ടർ അങ്ങ് അഡ്ജസ്റ്റ് ആയി പൊക്കോളും. ഇനി നമുക്ക് ഇത്തരത്തിൽ എവിടെയൊക്കെ ഫോൾട്ടി ജോയിൻറ്റുകളുണ്ട്, അവയിൽ കൂടെ എത്രയൊക്കെ വെള്ളം ഇൻഫിൽട്രേറ്റ് ചെയ്യുന്നുണ്ട് എന്നത് എളുപ്പമല്ല എസ്റ്റിമേറ്റ് ചെയ്യാൻ. അപ്പോൾ അതുകൊണ്ട് ഇൻഫിൽട്രേഷൻ എത്രത്തോളം ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു പ്രിസൈസ് എസ്റ്റിമേറ്റ് എടുക്കാൻ ബുദ്ധിമുട്ടാണ്. ഒരു ഏകദേശ ധാരണ വെച്ചുള്ള നോമിനൽ അലവൻസുകളെ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഇനി മറ്റൊരു കേസ് എന്താണെന്ന് വെച്ചാൽ, ഈ സ്യൂവറുകൾക്ക് അണ്ടർ ഡ്രെയിൻസ് ഉണ്ടെങ്കിൽ, അതായത് ഇൻഫിൽട്രേറ്റ് ചെയ്ത് വരുന്ന വെള്ളം ക്രാക്സ് വഴി സ്യൂവർ പൈപ്സിലേക്ക് എത്താതെ താഴേക്ക് ഒഴുകിപ്പോയി മറ്റു വഴിക്ക് പുറത്തു പോകാൻ, അതായത് അണ്ടർ ഡ്രെയിൻസ് പ്രൊവൈഡ് ചെയ്യുന്നത് അതിനാണ്. അത്തരത്തിൽ ഇൻഫിൽട്രേറ്റ് ചെയ്യുന്ന വെള്ളം സ്യൂവർ പൈപ്പ് ലൈനകത്തേക്ക് കടക്കാതിരിക്കാൻ എന്തെങ്കിലും മാർഗം അവിടെ ഉണ്ടെങ്കിൽ നമ്മൾ ഇൻഫിൽട്രേഷന് വേണ്ടിയുള്ള അലവൻസ് അവിടെ പ്രൊവൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത്രയുമാണ് അഡീഷൻസ്. ഇനി നമുക്ക് സബ്ട്രാക്ഷൻസ് എന്തൊക്കെയാണെന്ന് പഠിക്കാം. അതായത് നമ്മുടെ കാൽക്കുലേറ്റഡ് വാല്യൂവിൽ നിന്ന് എന്തൊക്കെയാണ് മൈനസ് ആയി പോകുന്നതെന്ന് നോക്കാം. ഒന്ന് വാട്ടർ ലോസസ് ആണ്. അതായത് വാട്ടർ സപ്ലൈ നമ്മൾ നടത്തുമ്പോൾ തന്നെ ആ ഓരോ ഹൗസ് ഹോൾഡ് കണക്ഷനിലേക്കും വെള്ളം എത്തുന്നതിന് മുൻപ് തന്നെ എവിടെയെങ്കിലും ലീക്കേജ് ഉണ്ടായിട്ട് വെള്ളം നഷ്ടപ്പെടുകയാണെങ്കിൽ, വാട്ടർ ലോസസ് ഉണ്ടാവുകയാണെങ്കിൽ, അതാണ് ആദ്യത്തെ സബ്ട്രാക്ഷൻ. ഇനി രണ്ടാമത്തെ എടുക്കാം, വാട്ടർ നോട്ട് എൻറ്ററിങ് ദ സ്യൂവേജ് സിസ്റ്റം. അതായത് വേസ്റ്റ് വാട്ടർ ലൈനിലേക്ക് ചെന്ന് എത്തപ്പെടാത്ത വെള്ളം, നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളം, നമ്മൾ കൺസ്യൂം ചെയ്യുന്ന വെള്ളം, നമ്മൾ കുടിക്കാനോ അല്ലെങ്കിൽ അത്തരത്തിൽ വേസ്റ്റ് ആവാതെ ഉപയോഗിക്കുന്ന വെള്ളം. ചിലപ്പോൾ സ്റ്റീം ജനറേറ്റ് ചെയ്യാനായിട്ട് ഇൻഡസ്ട്രികളിൽ ഉപയോഗിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ബിവറേജസ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് വലിയ അളവിൽ വെള്ളം, വാട്ടർ ഇൻറ്റൻസീവ് ആയിട്ടുള്ള എന്തെങ്കിലും പ്രോസസ്സുകളുള്ള ഇൻഡസ്ട്രിയിൽ പ്രൊഡക്ഷനുകൾക്കായിരിക്കാം, അല്ലെങ്കിൽ ഗാർഡനിങ്ങിനായിരിക്കാം. അപ്പോൾ അത്തരത്തിലുള്ള വെള്ളമൊന്നും സ്യൂവർ ലൈനിലേക്ക് തിരിച്ചെത്തുന്നില്ല. അതൊക്കെയാണ് രണ്ടാമത്തെ സബ്ട്രാക്ഷൻ. ഇനി ഈ അഡീഷൻസും സബ്ട്രാക്ഷൻസും രണ്ടും കൂടി കൺസിഡർ ചെയ്യുമ്പോൾ നമ്മുടെ വാട്ടർ സപ്ലൈയുടെ 75 മുതൽ 80% ആണ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്യൂവേജിൻ്റെ ഏകദേശ ക്വാണ്ടിറ്റി എന്ന് നമുക്ക് കിട്ടും. ഈ അഡീഷൻസും സബ്ട്രാക്ഷൻസും കൂടി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ വാട്ടർ സപ്ലൈ, വാട്ടർ സപ്ലൈ വഴി നമ്മൾ എത്ര വെള്ളം അവിടെ പ്രൊവൈഡ് ചെയ്തുവോ അതിൻ്റെ 75 മുതൽ 80% വരെ വേസ്റ്റ് വാട്ടറായി മാറുന്നു എന്നർത്ഥം. ഇനി നമുക്ക് ഡിസൈൻ പീരീഡ് എന്ന് പഠിക്കാം. ഡിസൈൻ പീരീഡ് എന്ന് വെച്ചാൽ നമ്മൾ ഓരോ കമ്പോണൻറ്റും എത്ര കാലത്തേക്കാണ് അവിടെ നിലനിർത്താൻ ഉദ്ദേശിക്കുന്നത്, ആ കാല അളവിനെയാണ് നമ്മൾ ഡിസൈൻ പീരീഡ് എന്ന് പറയുന്നത്. നമ്മളെപ്പോഴും ഡിസൈൻ ചെയ്യുമ്പോൾ പ്രസൻറ്റ് ഡേ റിക്വയർമെൻറ്റ് മാത്രം മനസ്സിൽ കണ്ടുകൊണ്ട് ഡിസൈൻ ചെയ്യരുത്. ഭാവിയിലേക്ക് പോപ്പുലേഷൻ എക്സ്പാൻഡ് ചെയ്യാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഭാവിയിൽ ഈ സ്യൂവർ ലൈനിലൂടെ വരുന്ന വേസ്റ്റ് വാട്ടറിൻ്റെ അളവ് കൂടാൻ സാധ്യതയുണ്ട് എന്ന അസംഷനിൽ വേണം നമ്മൾ ഡിസൈൻ ചെയ്യാൻ. ഇനി നമുക്ക് അത്തരത്തിൽ ഡിസൈൻ ചെയ്യുമ്പോൾ എന്തൊക്കെ കൺസിഡറേഷൻസ് മനസ്സിൽ വെക്കണമെന്നൊന്ന് നോക്കാം. ഒന്നാമത്തെ കാര്യം, നമ്മൾ ഡിസൈൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കമ്പോണൻറ്റ്, അത് പൈപ്പ് ലൈൻ ആവാം, വാൾവുകളാവാം, പമ്പുകളാവാം, എന്താണോ ആ കമ്പോണൻറ്റിൻ്റെ യൂസ്ഫുൾ ലൈഫ് എത്ര കാലം ഉണ്ടെന്ന് ആദ്യം നോക്കണം. എത്ര വർഷത്തിന് ശേഷം നമുക്കതിനെ റീപ്ലേസ് ചെയ്യേണ്ടി വരും എന്നറിയണം. അപ്പോൾ ആ യൂസ്ഫുൾ ലൈഫിൻ്റെ താഴെ ആയിരിക്കണം ഡിസൈൻ പീരീഡ്. ഇനി അടുത്തത് ഈസ് ആൻഡ് ഡിഫിക്കൽട്ടി ഇൻ എക്സ്പാൻഷൻ. നമ്മളൊരു സ്യൂവർ ലൈൻ ലേ ചെയ്യുന്നു. ആ ലേ ചെയ്ത സ്യൂവർ ലൈൻ സമീപഭാവിയിൽ എപ്പോഴെങ്കിലും നമുക്ക് മാറ്റി പുതിയത് റീപ്ലേസ് ചെയ്യണമെങ്കിൽ, ഒന്നുമില്ലെങ്കിൽ അതിൻ്റെ എന്തെങ്കിലും ഡാമേജ് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ കൂടുതൽ വേസ്റ്റ് വാട്ടർ ക്വാണ്ടിറ്റി കൂടുന്നത് കൊണ്ട് നമുക്ക് ആ പൈപ്പ് ലൈനിൻ്റെ ഡയമീറ്റർ കൂട്ടി വലിയ കപ്പാസിറ്റി ആയി കൊടുക്കാൻ വേണ്ടിയിട്ടായിരിക്കാം. ഏതെങ്കിലും തരത്തിൽ നമുക്ക് ആ ഒരു സിസ്റ്റത്തിനെ എക്സ്പാൻഡ് ചെയ്യണമെങ്കിൽ, ആൾ താമസമില്ലാത്ത ഒഴിഞ്ഞ പ്രദേശത്താണെങ്കിൽ നമുക്ക് ഈ എക്സ്പാൻഷൻ ഈസി ആയിട്ട് സാധിക്കും. വെറുതെ ഒന്ന് എക്സ്കവേറ്റ് ചെയ്ത് പൈപ്പ് ലൈൻ മാറ്റി പുതിയത് ഇട്ടാൽ മതി. പക്ഷേ ആളുകൾ തിങ്ങിപ്പാർക്കുന്ന റോഡുകളൊക്കെ പോകുന്ന വഴികളിലാണെങ്കിൽ ഈ എക്സ്പാൻഷൻ അത്ര ഈസി ആയിരിക്കില്ല. അതുകൊണ്ട് എക്സ്പാൻഷൻ ഈസി അല്ലാത്ത ഏരിയകളിൽ
കുറച്ച് ലോങ് ആയിട്ടുള്ള പീരീഡിന് വേണ്ടി നമ്മൾ ഡിസൈൻ ചെയ്തങ്ങ് ഇട്ടേക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇത് നമ്മൾ നോർമലി നമ്മുടെ നാട്ടിൽ കാണുന്ന പോലെ റോഡ് കുത്തിപ്പൊളിക്കാൻ നമ്മൾ ഇടവരുത്താതെ കുറച്ചൊന്ന് ലോങ്ങർ പീരീഡിലേക്ക് കാൽക്കുലേറ്റ് ചെയ്ത് ഡിസൈൻ ചെയ്യണം എന്നർത്ഥം. ഇനി അടുത്തത് മോണിറ്ററി കൺസിഡറേഷൻസ് ആണ്. 0.3 ആൻഡ് 0.4 എന്ന് പറയുന്നത് മോണിറ്ററി കൺസിഡറേഷൻസ് ആണ്. അതായത് നമുക്ക് വരുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് അതിൻ്റെ അവൈലബിലിറ്റി എത്രത്തോളം ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾ ബോറോ ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്രത്തോളം ഉണ്ട്, അത് രണ്ടിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് ഡിസൈൻ പീരീഡ്. നമുക്ക് കൂടുതൽ എമൗണ്ട് നമ്മുടെ കയ്യിൽ സുലഭമായിട്ടുണ്ടെങ്കിൽ നമുക്ക് ലോങ്ങർ പീരീഡിന് വലിയ സ്ട്രക്ചേഴ്സ് ഡിസൈൻ ചെയ്യാം. ഇനി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റിലേക്ക് കടക്കാം. ആൻറ്റിസിപ്പേറ്റഡ് റേറ്റ് ഓഫ് പോപ്പുലേഷൻ ഗ്രോത്ത് എന്ന് പറയുന്നത്. ഒരു ചെറിയ എക്സാമ്പിളിലൂടെ ഇത് പറഞ്ഞുതരാം. 50 ലക്ഷം ആളുകൾ താമസിക്കുന്ന ഒരു സിറ്റി, നമ്മൾ ആ സിറ്റിക്ക് വേണ്ടി ഒരു സ്യൂവർ സിസ്റ്റം ഡിസൈൻ ചെയ്യണം. ഈ 50 ലക്ഷം എന്നുള്ളത് അടുത്ത 10 വർഷത്തിനുള്ളിൽ 60 ലക്ഷം ആവാൻ ചാൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരുപാട് ലോങ് സ്പാനിലേക്ക് ഈ സ്ട്രക്ചർ ഡിസൈൻ ചെയ്ത് ഇടുന്നതിൽ അർത്ഥമില്ല. മറ്റൊരു സൈഡ് പറഞ്ഞാൽ ഈ 50 ലക്ഷം എന്നത് അടുത്ത 25 വർഷത്തേക്ക് വലിയ വേരിയേഷനുകളൊന്നുമില്ലാതെ 50-52 ലക്ഷത്തിനുള്ളിൽ അങ്ങ് ഒതുങ്ങി നിൽക്കുമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ലോങ് സ്പാനിലേക്ക് ഇത് ഡിസൈൻ ചെയ്യാം. 50 ലക്ഷം ആളുകൾ ആ പോപ്പുലേഷൻ എന്ന് പറയുന്നത് വലിയ ഫ്ലക്ച്വേഷൻസ് ഇല്ലാതെ കൂടുതൽ കാലം നിൽക്കാൻ സാധ്യതയുണ്ട് എന്നാണ് ഫോർകാസ്റ്റിംഗിൽ നമുക്ക് അത്രയും കാലത്തേക്ക് ഡിസൈൻ പീരീഡ് കൊടുക്കാം. ഇത്രയുമാണ് കൺസിഡറേഷൻസ്. ഇനി നമുക്ക് ഓരോ ഡിഫറെൻറ്റ് യൂണിറ്റുകളുടെയും ഡിസൈൻ പീരീഡ് ഒന്ന് പരിശോധിക്കാം. നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു ട്രങ്ക് സ്യൂവേഴ്സ് ഉണ്ട്, അവിടുന്ന് നമുക്ക് ബ്രാഞ്ച് സ്യൂവേഴ്സ്, പിന്നെ ലാറ്ററൽ സ്യൂവേഴ്സ് ഉണ്ട്. ഈ ലാറ്ററൽ സ്യൂവേഴ്സിലേക്കാണ് ഹൗസ് ഹോൾഡ് കണക്ഷൻസ് കൊടുത്തിരിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ഇത്തരത്തിൽ ഹൗസ് ഹോൾഡ് സ്യൂവേഴ്സ് അല്ലെങ്കിൽ അവയെ കണക്ട് ചെയ്യുന്ന ലാറ്ററൽ സ്യൂവേഴ്സും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് മാറ്റാൻ പാകത്തിന് അവയ്ക്കൊരു ലോങ്ങർ ഡിസൈൻ പീരീഡ് കൊടുക്കുന്നതിൽ അർത്ഥമില്ല. അവ ഇടയ്ക്കിടയ്ക്ക് റീപ്ലേസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവയ്ക്ക് ഫുൾ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു സെറ്റപ്പാണ് കൊടുക്കുന്നത്. അവ റീപ്ലേസ് ചെയ്യാൻ കമ്പാരിറ്റീവ്ലി ഈസിയർ ആണ്. അപ്പോൾ അതുകൊണ്ട് ലോങ്ങർ പീരീഡിന് അവയെ അവിടെ ഡിസൈൻ ചെയ്ത് ഇടുന്നതിൻ്റെ ആവശ്യമില്ല. പക്ഷേ അതുപോലെയല്ല മെയിൻ സ്യൂവറുകളുടെ കാര്യം, അല്ലെങ്കിൽ ട്രങ്ക് സ്യൂവറുകളുടെ കാര്യം. ട്രങ്ക് സ്യൂവറുകൾ ചിലപ്പോൾ പ്രധാനപ്പെട്ട റോഡുകളുടെ അടിയിലൂടെയോ അല്ലെങ്കിൽ ബിൽഡിങ്ങുകളുടെ സൈഡുകളിലൂടെയൊക്കെ ആയിരിക്കും പോകുന്നത്. അപ്പോൾ അവയെ ഇടയ്ക്കിടയ്ക്ക് ഡിസൈൻ പീരീഡ് കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് റീപ്ലേസ് ചെയ്യാൻ എളുപ്പമല്ല, അല്ലെങ്കിൽ പുതിയ സ്ട്രക്ചേഴ്സ് അതിൻ്റെ ഉള്ളിൽ ആഡ് ചെയ്യാനും എളുപ്പമല്ല. അതുകൊണ്ട് അവയെ ഒരു 50 വർഷം വരെയുള്ള പീരീഡിലേക്ക് നമ്മൾ ഡിസൈൻ ചെയ്ത് വയ്ക്കും. ഇനി ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിലെ ട്രീറ്റ്മെൻറ്റ് യൂണിറ്റുകൾ അധികവും നമ്മളൊരു 20 വർഷത്തിനുള്ളിലെ സ്പാനിലേക്കാണ് ഡിസൈൻ ചെയ്യുന്നത്. അതുപോലെ പമ്പിംഗ് പ്ലാന്റ് 10 വർഷത്തേക്കുമാണ് ഡിസൈൻ ചെയ്യുന്നത്. ഇത്രയാണ് നമുക്ക് സ്യൂവർ ഡിസൈനിൻ്റെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഈ ക്ലാസ്സിൽ എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്. ഇനി അടുത്ത ക്ലാസ്സിൽ കുറച്ചും കൂടെ ഡീപ്പറായിട്ട് എങ്ങനെയാണ് സ്യൂവേജിൻ്റെ എസ്റ്റിമേഷൻ നടത്തുന്നതെന്ന് നമുക്ക് പഠിക്കാം. സോ എല്ലാവർക്കും താങ്ക് യു. നിങ്ങൾക്ക് ഈ ക്ലാസ്സുകൾ ബെനിഫിഷ്യൽ ആവും എന്നാണ് എൻ്റെ പ്രതീക്ഷ. ക്ലാസ്സുകളുടെ ക്വാളിറ്റി എങ്ങനെയുണ്ട് എന്നുള്ളത് ദയവ് ചെയ്ത് കമൻറ്റ് വഴി അറിയിക്കുക. അത് പോസിറ്റീവായാലും നെഗറ്റീവായാലും അത് വേണ്ട രീതിയിൽ ഇവിടെ സ്വീകരിക്കും. താങ്ക് യു. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.